കൊയിലാണ്ടി ദേശീയപാതയിൽ ഇത് ഒരു സ്ഥിരം കാഴ്ചയാണ്. കൊയിലാണ്ടിയിൽ നിന്ന് വടകര ഭാഗത്തേക്ക് വരുമ്പോൾ കൊയിലാണ്ടി കഴിഞ്ഞ് നന്ദിക്ക് മുന്നേയുള്ള കുറച്ച് മുന്നേയുള്ള പ്രദേശത്താണ് ഈ ഒരു കാഴ്ച. ജലജീവൻ പദ്ധതിയുടെ ഭാഗമായിട്ട് പൈപ്പ് ലൈന് ദേശീയപാതയുടെ ഇരു സൈഡിലൂടെയും കടന്നു പോയതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള വാഹനങ്ങൾ താഴ്ന്നു പോകുന്നത്. ഇത്തരത്തിലുള്ള ഹെവി ടോറസുകൾ ഒന്നുകില്ലെങ്കിൽ വിശ്രമിക്കാൻ അല്ലെങ്കിൽ ഭക്ഷണ ആവശ്യത്തിനോ മറ്റു കാര്യങ്ങൾക്കോ വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ വേണ്ടി റോഡിൽ നിന്ന് താഴെ ഇറക്കുമ്പോൾ ഇത്തരത്തിലുള്ള വലിയ അപകടങ്ങൾ ഉണ്ടാവുന്നത്. ഇപ്പം നിലവിൽ കംപ്ലീറ്റ് വാഹനം താഴ്ന്നു പോയിരിക്കുകയാണ്. ഒരു തരത്തിലും വാഹനം റോഡിലേക്ക് കയറ്റാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് മാറിയിരിക്കുകയാണ്. ഒരുപക്ഷെ കുറച്ചുകൂടി താഴ്ത്തുണ്ടെങ്കിൽ വാഹനം മറിഞ്ഞ് തൊട്ടടുത്ത ആണിയിലോ അല്ലെങ്കിൽ അവിടെയുള്ള വീടിൻ്റെ മതിലിലോ വീഴുമായിരുന്നു. സ്ഥിരമായിട്ട് കാണുന്ന സ്ഥിരമായിട്ട് ഇവിടെ വണ്ടി എൻ്റെ വീട് ഇതിൻ്റെ അവിടെ അപ്പുറം തന്നെ വീട്. ഞാൻ പുലർച്ചെ ഇവിടുന്ന് 5 മണിക്ക് ഇവിടുന്ന് പുറപ്പെടുന്നു എൻ്റെ ജോലി സ്ഥാനത്തിന്. അപ്പം പിന്നെ ഇവിടെ ഒരു വണ്ടി ഈ സമയത്ത് കണ്ടിക്കില്ലേ, ചാല് കണ്ടിക്കില്ലേ, ഇവിടെ ഒരു വണ്ടി അപ്പുറമെല്ലാം താന്ന വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വെച്ചാൽ താന്ന നമ്മളല്ലേ ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ ജനങ്ങൾ ബുദ്ധിമുട്ടുന്നുണ്ട് വല്ലാണ്ട്. അപ്പം അതിൻ്റെ രീതിയിൽ നമുക്ക് നീങ്ങണം. അല്ലെങ്കിൽ ബോർഡ് വെക്കുക, ഇവിടെ സ്ഥിരമായിട്ട് താന്ന ഇത് കണ്ട നിങ്ങളെ ജലനിധിയുടെ പൈപ്പ് ഇരു സൈഡിലൂടെ പോയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് കംപ്ലീറ്റ് ഹെവി വാഹനങ്ങൾ താഴ്ന്നുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. ജലനിധി പദ്ധതിയും വെള്ളമൊക്കെ എല്ലാ ആളുകൾക്കും ആവശ്യമുള്ള കാര്യം തന്നെയാണ്. പക്ഷേങ്കിൽ ജലനിധിയുടെ പൈപ്പൊക്കെ ഇതേ രീതിയിൽ കടന്നു പോകുമ്പോൾ അതിനുശേഷം നല്ല രീതിയിൽ മണ്ണിട്ട് ഫില്ല് ചെയ്യാത്ത, കുറച്ചുകൂടി കോറി വേസ്റ്റോ മറ്റു കാര്യങ്ങളോ നല്ല രീതിയിൽ ഫില്ല് ചെയ്തുകൊണ്ട് അത് കൃത്യമായി ഫില്ല് ചെയ്യാത്തത് കൊണ്ടാണ് ഇത്തരത്തിൽ വാഹനങ്ങൾ താഴ്ന്നു പോകുന്നത്. അറ്റ്ലീസ്റ്റ് ഇത്തരം വർക്ക് നടന്ന ഈ ഒരു പ്രദേശത്തെങ്കിലും ഒരു ബോർഡ് വെക്കാനുള്ള ഒരു സംവിധാനമെങ്കിലും ബന്ധപ്പെട്ട അധികൃതർ കാണിച്ചില്ലെങ്കിൽ ഇത്തരത്തിൽ വലിയ അപകടവും അതിലുപരി ട്രാഫിക് ബ്ലോക്കുകളും ആംബുലൻസ് അടക്കമുള്ള വാഹനങ്ങൾ യാത്ര ചെയ്യാൻ പറ്റാത്ത ദുസ്സഹമായ ഒരു സാഹചര്യത്തിലേക്ക് മാറുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇവിടെ സംബന്ധിച്ചിടത്തോളം ഇത് ജലനിധി എന്ന പദ്ധതിയാണെങ്കിലും ഇത് ഇപ്പോൾ നിധിയായി മാറിക്കൊണ്ടിരിക്കുന്നത് കൊയിലാണ്ടി ഭാഗത്ത് പ്രദേശത്തുള്ള ക്രെയിനുകൾക്കാണ്. കാരണം എല്ലാ ദിവസവും 2-3 വാഹനങ്ങൾ ഈ രീതിയിൽ നീക്കം ചെയ്യാൻ അവർക്ക് ആവശ്യമായിരിക്കുന്നു. എന്നാൽ അന്യസംസ്ഥാന വാഹനങ്ങൾക്കും ദൂരയാത്രയിൽ നിന്ന് വരുന്ന വാഹനങ്ങൾക്കും ഇത് ഒരു ദുരന്ത യാത്രയായി മാറുകയാണ്. അതോടൊപ്പം തന്നെ അവരുടെ വാഹനങ്ങൾക്കും കൃത്യമായി കേടുപാടുകളും സംഭവിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഇവർ അങ്ങേയറ്റം ടാക്സ് അടച്ചും ഇൻഷുറൻസ് അടച്ചും ഓടുന്ന വാഹനങ്ങളാണ് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇതേപോലെയുള്ള പെട്രോളിയം വാഹനങ്ങൾ ഇതേ രീതിയിൽ വാഹനങ്ങൾ ട്രാഫിക് ബ്ലോക്കുകളോ മറ്റു കാര്യങ്ങളോ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു വീല് താഴെ ഇറക്കേണ്ടി വരും. ഇതേപോലെയുള്ള പെട്രോളിയം വാഹനങ്ങൾ ഇവിടെ നിന്ന് വീല് താഴെ ഇറക്കുമ്പോൾ മറിഞ്ഞു വീഴുമ്പോൾ ഇതിലും വലിയ അപകടങ്ങളൊക്കെ ഉണ്ടാവും. അവിടെയുള്ള പോസ്റ്റിലും മറ്റു കാര്യങ്ങളിലൊക്കെ തട്ടിക്കൊണ്ട് വലിയ എക്സ്പ്ലോഷനോ മറ്റു രീതിയിലുള്ള ലീക്കുകളോ മറ്റ് പ്രശ്നങ്ങളോ ഉണ്ടാവാൻ സാധ്യത വളരെയേറെ കൂടുതലാണ്. അപ്പോൾ ഈ കാണുന്ന ടോറസ് ഒരു ക്രെയിൻ ഉപയോഗിച്ചുകൊണ്ട് പോലും വലിച്ച് നീക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലേക്ക് മാറിയിരിക്കുകയാണ്. ഇതേ അവസ്ഥ പല ദിവസങ്ങളിലായിട്ട് നമുക്ക് ദേശീയപാതയിലൂടെ സഞ്ചരിക്കുമ്പോൾ കാണാവുന്നതാണ്. ബന്ധപ്പെട്ട അധികൃതർ എത്രയും പെട്ടെന്ന് ഇത്തരം വിഷയത്തിൽ ഒരു തീരുമാനമെടുത്തില്ലെങ്കിൽ ഇതിലും വലിയ ദുരന്തമായി മാറും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കഴിഞ്ഞ ദിവസം ഇന്ന് തന്നെ കോഴിക്കോട് എരഞ്ഞിപ്പാലം ഭാഗത്ത് ഒരു ബസ് മറിയുകയും അതിനിടയിൽ ഒരുപാട് ആളുകൾ മരണപ്പെടുകയും ഒരുപാട് ആളുകൾക്ക് അപകടം സംഭവിച്ചതും നമ്മൾ കണ്ടു. ഈ ഒരു ടോറസ് അങ്ങേയറ്റം താഴ്ന്നു കിടക്കുകയാണ്. ഒരു തരത്തിലും ക്രെയിൻ ഉപയോഗിച്ചുകൊണ്ട് വലിച്ചെടുക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലേക്ക് മാറിയിരിക്കുകയാണ്. സിമൻറ്റ് വാഹനമായിരുന്നു. ഇതിനകത്തുള്ള പകുതിയിലധികം ലോഡ് നിലവിൽ മറ്റൊരു വാഹനത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. എന്നിട്ടും ഈ ഒരു വാഹനം ഇവിടെ നീക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലേക്ക് മാറിയിരിക്കുകയാണ്. ഇതേ അവസരത്തിൽ തന്നെ 500 മീറ്ററുകൾക്കപ്പുറം ഇതേ സൈഡിൽ ദേശീയപാതയുടെ സൈഡിൽ മറ്റൊരു വാഹനം ഇതേ രീതിയിൽ താഴ്ന്നു കിടക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഡ്രൈവറും ആ വാഹനത്തിലുള്ള മറ്റു സഹപ്രവർത്തകനും കൂടി ജാക്കി വെച്ച് ഈ ഒരു വാഹനത്തിൻ്റെ വീൽ ഉയർത്താൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അത് എത്രത്തോളം പ്രാവർത്തികമാണ് എന്ന് കണ്ടറിയേണ്ടത് തന്നെയാണ്. ഈ വാഹനവും ക്രെയിൻ ഉപയോഗിച്ചുകൊണ്ട് ഉയർത്തേണ്ട ഒരു സാഹചര്യത്തിലേക്ക് മാറിയിരിക്കുകയാണ്. ദേശീയപാതയിൽ ഇത്തരത്തിൽ നിരന്തരം ഒരു ദുരന്ത കാഴ്ചയായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ബന്ധപ്പെട്ട അധികൃതർ
കൃത്യമായ ഒരു പരിഹാരം ഇതിന് കാണുന്നതുവരെ പരമാവധി ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. ഏതാനും ആഴ്ചകളായി ഇത്തരത്തിലുള്ള സംഭവ വികാസങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ദേശീയപാതയിലൂടെ സഞ്ചരിക്കുന്ന അന്യസംസ്ഥാന